ബട്ടർഫ്ലൈനെ ആകർഷിക്കാൻ പൂവുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിഞ്ചു മനസ്സാണ് ഒറിജിനലാന്ന് തോന്നിപ്പിക്കുന്ന ഡെമ്മി ബട്ടർഫ്ലൈ. സംഗമനം അങ്ങോട്ടോക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ഒട്ടും സൗണ്ട് ഇല്ല ഗൈസ്, അതുകൊണ്ട് ഈ വീഡിയോയിൽ എന്തോരം ഞാൻ സംസാരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ചെവിയും തൊണ്ട എല്ലാം അടഞ്ഞിരിക്കുക. ഇപ്പം നമ്മളുള്ളത് ബിനോ ചേട്ടൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ്. ബെൽവെല്ലിൽ നിന്ന് തോമസ് ചേട്ടനും ജാനേച്ചിയും കുഞ്ഞാവും എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞിയൊക്കെ വന്നിട്ടുണ്ട്. സോ നമ്മളിന്ന് പുറത്ത് പോവുക. ആദ്യം നമ്മളൊരു ബട്ടർഫ്ലൈ കൺസർവേഷൻ ഏരിയ പോകാനാണ് പ്ലാൻ ഇട്ടേക്കണത്. അത് കഴിഞ്ഞ് ഇന്ന് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേ. പക്ഷെ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ എൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് പറ്റുന്നറിയില്ല. സോ ഗൈസ്, നമ്മുടെ ബിനോ ചേട്ടൻ നല്ല ഉറക്കാണ് ഗൈസ്. രണ്ട് വണ്ടിക്കാണ് ഗൈസ് പോണത്. വരാന്ന് പറഞ്ഞ ബിനോ ചേട്ടനെ എന്തിനാ ഇതിൽ കയറ്റിയിരുത്തിയേക്കണേ? ഒറ്റയ്ക്ക് വരാന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് വരണം. എന്നിട്ട് ഇതിനെപ്പോ ഇതിൽ കയറിയിരിക്കണ അറിയുമ്പോ നമ്മൾ എങ്ങോട്ടാ വൈബുണ്ടോ? പോളട്ടിന് വൈബുണ്ടോ? ആ കാരണക്കാലം വൈബിലേക്ക് കറങ്ങുമോ? പോളട്ടിന് സ്റ്റെപ്പ് പോളട്ട ജനൽ തുറന്നിട്ട് എത്തിപ്പോയി ഗായ്സ്, നമ്മൾ എത്തിപ്പോയി. നമ്മളിവിടെ 12 മണിക്ക് എത്തി. പക്ഷെ നമുക്ക് 1 മണിക്കാ ടിക്കറ്റ് ഇനി അവൈലബിൾ ഉള്ളൂ. സോ നമ്മളിവിടെ ക്രീം ബണ്ണ് കഴിക്കാൻ പോവാ. കുഞ്ഞ് ഡയറ്റിലായിട്ട് ക്രീം എടുത്ത് കളഞ്ഞിട്ട് ബണ്ണ് മാത്രം കഴിക്കാൻ പറ്റില്ല. ഇല്ല, കുഞ്ഞിക്ക് ബണ്ണ് കഴിക്കാന്ന് നിർബന്ധിക്കുന്നു. ബട്ടർഫ്ലൈ കൺസർവേറ്ററി കേംബ്രിഡ്ജിലും ക്രീം ബണ്ണ് വാട്ടർലൂലും ആയതുകൊണ്ട് ഞങ്ങൾ പോയില്ല. നേരെ പാം വാലി പോയി കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു. നമ്മള് ബട്ടർഫ്ലൈയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഫുഡ് അടിക്കാൻ അല്ല, 1 hour ലേറ്റ് ആവും. സപ്ലയർ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? ചായ തട്ടി തൂക്കി. ആര്? വിനോ ചാർലി. കൈക്ക് ഞങ്ങള് കാറ് മാറി കയറി ഗൈസ്. ബിനോ ചേട്ടന്റെ പെണ്ണുങ്ങളുടെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഫൈനലി നമ്മള് ചായ എല്ലാം കുടിച്ചിട്ട് തിരിച്ചിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മള് ബട്ടർഫ്ലൈസിനെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ബിനോ ചേട്ടന്റെ ഒരു ബട്ടർഫ്ലൈ ഡാൻസ് ഉണ്ടാവും. ബട്ടർഫ്ലൈ വേറെ അറിയില്ല. ബട്ടർഫ്ലൈനെ ആകർഷിക്കാൻ പൂവുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെന്താ കാളയോ? ബട്ടർഫ്ലൈ ബിനോ മോൻ UKGP മോനെ വാട്ടർ ബോട്ടിൽ എടുത്തോ? ബിനോമോന്റെ ബാഗ് സംഗമനം അവതാർ ഓളേട്ടാ അവതാർ മൂവി പോലെ ഉണ്ടോ? ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടു. എന്നാ ബാ. ഹാനു ഫുഡ് കഴിക്കണു.
ഫുഡ് കഴിക്കണത് അത് ഇതിന്ന് വന്നിരുന്നു ബട്ടർഫ്ലൈ ഫുഡ് കഴിക്കും. ഫ്രൂട്ട്സാ, പഴവും മുസംബിയും. ഈ ബ്ലൂ ബട്ടർഫ്ലൈനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ദേ ബ്ലൂവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിള്ളേരെക്കാളും എക്സൈറ്റഡ് പോളേട്ടൻ. പോളേട്ടൻ ഹായ് എന്ന് പറ. ഞാൻ നോക്കുമ്പോഴേ പിള്ളേരെക്കാളും എക്സൈറ്റഡ് പോളേട്ടൻ ഹായ് എന്നൊക്കെ. ഹായ് പൂമ്പാറ്റ, ഹായ് പൂമ്പാറ്റ. ഇത് ആർട്ടിഫിഷ്യൽ അല്ലേ കുഞ്ഞി വാട്ടർഫോൾസ് ക്രിയേറ്റ് ചെയ്തേക്കണല്ലേ അവര്. എന്നതേ വിനുചൻ ഇങ്ങനെ പിഞ്ചു മനസ്സാണ്. നേരത്തെ നയഗ്രയിൽ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ കൺസർവേഷൻ പോയിട്ടുണ്ടായിരുന്നു. സെയിം ലക്ഷ്മേട്ടാ, ഈവൻ ആ വാട്ടർഫോൾസ് പോലും അതുപോലെ തന്നെ സെയിം ആയിരുന്നു. കുറച്ചുകൂടെ ഏരിയ ഉണ്ടായിരുന്നു, പക്ഷെ ബാക്കിയെല്ലാം സെയിം. ചൂടെടുക്കണ്ടോ കുഞ്ഞി? ചൂടെടുക്കണില്ല. ഇല്ലേ? കുറച്ച്. ഇതിന്റെ ഉള്ളില് പുറത്ത് നല്ല തണുപ്പാ, പക്ഷെ ഇതിന്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൺട്രോൾഡാ, പക്ഷെ കുറച്ച് ചൂടെടുക്കുന്നുണ്ട്. സൂപ്പർ ആർക്ക്. ആ, ഇവിടെ കാറ്റില്ലാത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹായ് കിളി ഗൈസ്. സ്നെയിലിന്റെ സാധനം എടുത്ത് അവക്ക് മുഖത്ത് തേക്കാം. സ്നെയിലിനെ കണ്ടുകൂടാ. ഇവരൊക്കെ എൻജോയ് ചെയ്യുക. പിടിച്ച പിള്ളേരെ നീ കുഞ്ഞ ആമ ഈ സൈഡില്. ആൾക്കാരെ പറ്റി ഒറിജിനലാന്ന് തോന്നിപ്പിക്കുന്ന ഡെമ്മി ബട്ടർഫ്ലൈ. ഞങ്ങള് മാത്രമാണോ ഇത്രയും വേഗം പോന്നെ? ഇവരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് പതുക്കെ പതുക്കെയാണ് കേസ് വരുന്നത്. ചീച്ചോ എന്തിയെ പോയോ? തത്ത കിളി എവിടെ? ഇതില് കാണാനില്ലല്ലോ. ആ അതെ, ലാർവ പുൽത്തിയാവും. ഇത് കഴിഞ്ഞിട്ട് പുൽച്ചാടി. ഞങ്ങളുടെയൊക്കെ നാട്ടില് പറയും ഈ പുൽച്ചാടി വന്നിരിക്കുന്നത് പൈസ വരാനാണ്. നിങ്ങളവിടെ പറയുവോ? പുൽച്ചാടി വന്നിരുന്ന പൈസ വരുന്നു പറയാറുണ്ടോ? ഇല്ല. കുഞ്ഞി വന്നിട്ട് പുൽച്ചാടിനെ ചവിട്ടിക്കൊന്നു. എന്റെ വീട്ടിൽ നിന്ന് പോവരുന്നു നീ. ഉറുമ്പ് അതേ ലീഫ് കട്ട് ചെയ്ത് കൊണ്ടുപോവാ. അടുത്ത തേളിന്റെ ഡമ്മി. അതിന്റെ അർത്ഥം എന്താന്നറിയാം? അതൊരു പോണം, പക്ഷെ അതിനിവിടെ തടങ്കിലിട്ടിരിക്കും. മറ്റേ പാട്ട് പാടും ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം.
Put your hand. ഒറ്റക്കാലുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. So put your hand. ഇഷ്ടപ്പെട്ട പോളേട്ടാ? നല്ല അടിപൊളിയല്ലായിരുന്നോ? പിന്നെ ചേട്ടാ അങ്ങോട്ടോക്ക് ഈ ഉടുപ്പ് മേടിച്ചതാ. എന്നിട്ടോ കുഞ്ഞി ഈ പേര് മേടിച്ചോ? ജീവനുണ്ടോ? എട്ടുകാലി ഇത് കടിച്ച സ്പൈഡർമാനാവും കുഞ്ഞി. അങ്ങനെ ബട്ടർഫ്ലൈ കൺസർവേഷൻ കണ്ടിറങ്ങി വന്നതിനേക്കാളും പരിതാപകരമായിരിക്കാണ് ഇപ്പൊ എന്റെ സൗണ്ട്. ഉറക്കപ്പറ. പാമ്പാലി. എന്തിനാ? എനിക്ക് ഡയറ്റ് അല്ലേ. ഞം 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 ഞം. കൊച്ചു കരയണം. ചിക്കൻ റോസ്റ്റ്, പൊറോട്ട. എടുക്കണ്ട. മഞ്ചൂരിയൻ നോക്ക്. മഞ്ചൂരിയൻ എക്കറി കുഞ്ഞിക്ക് ഡയറ്റിന്. നല്ല ബിരിയാണി. അറോമാറ്റിക് ഉണ്ട്. വീട്ടിൽ വന്നിട്ട് നമ്മൾ നൈറ്റ് ബൗളിങ്ങിനൊക്കെ പോവാന്ന് പറഞ്ഞിരുന്നെങ്കിലും എല്ലാരും ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെറിയ ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ കറക്കാൻ എനിക്ക് അറിയാം. മറ്റപ്പോൾ ഇട്ടാ മതി. കല്യാണ പയ്യൻ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് നമ്മൾ മടി പിടിച്ചതുപോലെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതാ ഞാൻ പറഞ്ഞു. കൊല്ലുക, മരിക്കുക, തട്ടുക. പോവാനോ തിരിച്ച്? ഇപ്പൊ എവിടെ പോവാ പിന്നെ ചേട്ടാ? ഇപ്പൊ എവിടെ പോവാ? ആരുടെ ഐഡിയ? അയ്യടാ നിന്റെ ഐഡിയ. ചേട്ടാ 2 ദിവസത്തേക്ക് വന്നാണോ 2 മാസത്തേക്ക് വന്നാണോ? പക്ഷെ ഉണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെ അധികം പറ്റാന്ന് ഓർത്തു. പക്ഷെ എല്ലാ സാധനവും ഞങ്ങൾ യൂസ് ചെയ്തു. ഉള്ളുതുണിക്ക് മറുതുണി പോലില്ല ഞങ്ങള് പോകുന്നത്. എല്ലാം ഞങ്ങൾ ഛർദിച്ചും കുളമാക്കിയിട്ടാണ്. തോമസ് ചേട്ടന്റെ സാധനങ്ങളാണോ? ഒരു ദിവസം ബൈ ബൈ. 5 തവണ ഛർദിക്കുന്നതാണ് എന്റെ കുഞ്ഞ്. അതുകൊണ്ട് അവന് 5 ജോഡി. കുഞ്ഞു ചേട്ടന്റെ OCD-യുടെ പ്രശ്നമുണ്ടേ. നിസാരം. ഇപ്പൊ നമ്മളെല്ലാരും പാക്ക് ചെയ്തിട്ട് അവനവന്റെ വണ്ടിയിൽ സാധനമൊക്കെ വെച്ചിട്ട് നിക്കുക. നമ്മള് ഒരു അടിപൊളി ക്രീം ബണ്ണുണ്ട് ഇവിടെ, അത് കഴിക്കാൻ വേണ്ടിട്ട് പോവാ ഗൈസ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. പോളാട്ടം പറയണത് അവിടെ ക്രീം ബണ്ണ് ഉണ്ടാവില്ല, നമ്മൾ പോണ വെറുതെ ആവുന്ന നോക്കാം.
അനുവിന് എന്നാ അഭിപ്രായം? ക്രീം ബണ്ണ് കാണുമല്ലോ? കാണും. ഈ തവണ എന്താണെന്നറിയില്ല, ക്രീം ബണ്ണ് കഴിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ പോയപ്പോൾ അവിടെ ഷോപ്പ് ഓപ്പൺ അല്ല. കാര്യം വിളിച്ചു നോക്കിയെങ്കിലും വേറെ ഷോപ്പിലേക്കാണ് നമ്മൾ വിളിച്ചു നോക്കിയത്. ഇവിടെ നമ്മുടെ അടുത്തുള്ള ഷോപ്പ് ഓപ്പൺ അല്ലായിരുന്നു. അതുകൊണ്ട് ക്രീം ബണ്ണിന്റെ പ്ലാൻ 3G. എൻ്റെ ഫേവറേറ്റ് ഷവർമ ഷോപ്പാ. തോമസ് ചേട്ടൻ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ തോമസ് ചേട്ടനെ കൊണ്ട് വന്നതാ. അവര് തന്നില്ല. ഇതിനകത്തുണ്ടോ? ചേട്ടൻ പേര് വായിച്ചിട്ട് ഇതിനകത്തുണ്ട് കേട്ടോ. ഞം ഞം ഞം. പിന്നെ ചേട്ടൻ ഹോംലെസ് ആണോ? ഇങ്ങനെ കഴിക്കാം. അഡിക്റ്റ് ആയോ? അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.